എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ഈ 4 ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതലായിട്ട് വന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിച്ചില്ലേ, ഏതൊക്കെയാണ് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന സെക്ഷൻ, അല്ലെങ്കിൽ ഏത് മേഖലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ ഇതും നമ്മളൊന്ന് തിരിച്ചു വച്ചിട്ടുണ്ട്, ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എക്സാമിന് മുന്നേ നോക്കിയിട്ട് പോകേണ്ട മേഖലകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പഠിച്ചിട്ട് പോകണം എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഏതാണ് മലയാള സാഹിത്യം, മലയാളം ലിറ്ററേച്ചർ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തൂലികാനാമങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. പല സാഹിത്യകാരന്മാരുടെയും തൂലികാനാമങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ PC ഗോപാലൻ, നന്ദനാർ, VV അയ്യപ്പൻ, കോവിലൻ, ഏകലവ്യൻ, TC ജോസഫ്, അങ്ങനെയുള്ള തൂലികാനാമങ്ങൾ, പലരുടെയും തൂലികാനാമങ്ങൾ. പിന്നെയോ സാഹിത്യത്തിലെ ആദ്യത്തെ, അതായത് ഇപ്പോൾ ആദ്യ നോവൽ ഏത്, ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏത്, ആദ്യ യാത്രാ വിവരണം ഏത്, ആദ്യ മാസിക ഏത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ നോക്കിയിട്ട് പോകേണ്ടത് വിശേഷണങ്ങളാണ്. തകഴിയെ എന്ത് വിളിക്കുന്നു, കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ എന്ത് വിളിക്കുന്നു, കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്. പിന്നെ ജ്ഞാനപീഠം ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്? G ശങ്കരക്കുറുപ്പ്, അതിൻ്റെ വർഷവും ഓർക്കുക, കൃതിയും ഓർക്കുക കേട്ടോ. G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സമഗ്ര സംഭാവന അതും നോക്കണം, ഏത് വർഷമാണ് എന്നുള്ളത് നോക്കണം. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എലിമിനേഷൻ ടെക്നിക്ക് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. അപ്പം കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കൂടുതലായിട്ടും ഈ ഒരു അവാർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഇതിലും കയറി വരും, കറണ്ട് അഫയേഴ്സ് ആയിട്ടും വരും. പിന്നെ കേരളത്തിലെ കലാരൂപങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് യുനെസ്കോ പൈതൃക പട്ടികയിലുള്ളത് ഏതൊക്കെയാണ്, ഏതാണ് ആദ്യം കയറിയത്, ഏത് വർഷമാണ് എന്നുള്ളതൊക്കെ. പിന്നെ തുള്ളൽ, പടയണി, പ്രധാനവാദ്യം, തപ്പ് അല്ലേ, അത് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ റിപ്പീറ്റായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, അല്ലാതെ ഒന്നുമല്ല, സിലബസ് വെച്ചിട്ടുമല്ല. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 13 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളത് മാത്രമേ ഞാൻ ഈ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഏതാണ് കേരള കലാമണ്ഡലമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹിസ്റ്ററി, റിനൈസൻസിലേക്ക് വരുമ്പോൾ ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം, അരുവിപ്പുറം പ്രതിഷ്ഠ, മലയാളി മെമ്മോറിയൽ, അയ്യാ വൈകുണ്ഠസ്വാമികൾ, പിന്നെ ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരെയും പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് വള്ളംകളിയിൽ നെഹ്റു ട്രോഫി ഏത് കായലിലാണ്, ഉത്രട്ടാതി വള്ളംകളി, പ്രസിഡൻസ് ട്രോഫി ഏത് കായലിലാണ്, എവിടെയാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മലയാളമായിട്ട് റിലേറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ സ്പോർട്സിലേക്ക് വരുവാണെങ്കിൽ സ്പോർട്സിൽ വേദികളും വർഷങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒളിമ്പിക്സ് അല്ലേ, ഇപ്പോൾ വേനൽക്കാല ഒളിമ്പിക്സ് 2021 എവിടെ, 24 പാരീസ് ഫ്രാൻസ്, 28 USA ലോസ് ഏഞ്ചൽസ്. ഓക്കെ, അതൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ശീതകാല ഒളിമ്പിക്സ് 2026 എവിടെയാണ്? ഇറ്റലി, മിലാൻ ആൻഡ് കോർട്ടിന, ഇറ്റലി. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദികൾ ഏത് വർഷം, ഏത് വേദികൾ എന്ന രീതിയിൽ ഓർത്തിരിക്കണം. പിന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ്, ഫിഫ ലോകകപ്പ് 2026 അമേരിക്ക, കാനഡ, മെക്സിക്കോ അല്ലേ, 2022 ഖത്തറായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ വരുന്നതാണ് ഇതായി റിലേറ്റ് ചെയ്ത് തന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു ഏതൊക്കെ അവാർഡുകൾ അല്ലേ, അവാർഡ്, ഖത്തർ ലോകകപ്പ്, പിന്നെ പത്രം ആദ്യമായിട്ട് എന്ന രീതിയിൽ വരുന്ന ലിറ്ററേച്ചറൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പത്രങ്ങൾ. പിന്നെ നമ്മുടെ സ്പോർട്സിലെ തന്നെ കുറച്ച് കാര്യങ്ങളാണ് ഇത്. പ്രധാന പദങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ, അല്ലെങ്കിൽ ഇന്ന പദം ഏത് സ്പോർട്സുമായി റിലേറ്റ് ചെയ്തതാണ് അല്ലേ. ഇപ്പോൾ ലിബറോ ഏതുമായിട്ടാണ്? വോളിബോൾ ആയിട്ടാണ്. ക്യൂ എന്ന് പറയുന്നത് ഏതാണ്? ബില്യാർഡ്സ് അല്ലെങ്കിൽ സ്നൂക്കറാണ്. ബങ്കർ അതൊക്കെ ഗോൾഫായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും ഇതിൽ ചോദിക്കാറുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ഇവൻ്റ്, വിജയ്, വർഷം, വിഭാഗം. നമ്മുടെ സ്പോർട്സായിട്ട് റിലേറ്റ് ഇപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഇന്ന വർഷം ആരായിരുന്നു വിജയ്? ഇപ്പോൾ പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കാരിസ് ആയിരുന്നു അല്ലേ, ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വിംബിൾഡണിൽ പുരുഷ സിംഗിൾസ് യാനിക് സിന്നറാണ് 2025. അത് ഓർക്കുക. ഫ്രഞ്ച് ഓപ്പണിൽ ആരാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങളും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ സ്പോർട്സിലെ അവാർഡുകൾ ശ്രദ്ധിക്കണം. അതായത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ഇത് ആർക്ക് ലഭിച്ചു എന്നതായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. ഏത് മേഖലയിലാണ്
അദ്ദേഹം പ്രശസ്തനായത്. ആ രീതിയിൽ ഇപ്പോൾ ഹർമൻപ്രീത് സിംഗ് ഹോക്കി അല്ലേ, മനു ഭാക്കർ ഷൂട്ടിംഗ്, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. കൂടുതലായിട്ട് അങ്ങനെയാണ് ചോദിക്കാറ്. പിന്നെ അല്ലാതെ ഓട് വൺ ഔട്ട് എന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലും വരാറുണ്ട്. അർജുന അവാർഡ് അല്ലേ, അർജുന അവാർഡിൻ്റെയൊക്കെ ഏത് മേഖലയായിട്ടാണ് ആ കായിക താരം റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. പിന്നെ ലീഗിലേക്ക് വരുമ്പോൾ IPL 2025 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, 26 വനിതാ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നോക്കണം. ഇനി നോക്കൂ, നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 10 മാർക്കാണ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ. അത് കറണ്ട് അഫയേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നോക്കി, കലയിൽ ദൃശ്യശ്രവ്യ കലകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. പിന്നെ വരുന്ന കായികത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ പോലെ പ്രധാന അവാർഡുകൾ, ട്രോഫികൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം ചോദിക്കാറുണ്ട്. പിന്നെ പ്രധാന ടേംസ് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്നൂക്കർ, അങ്ങനെയുള്ള പ്രധാന ടേംസ്. പിന്നെയുള്ളത് എന്താണ്, കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ എല്ലാം കൂടി. പിന്നെ വരുന്നത് ഒളിമ്പിക്സ് ആണ്. ഒളിമ്പിക്സ് സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ ഏഷ്യൻ ഗെയിംസ്, അതിൻ്റെ വർഷവും അതോടൊപ്പം തന്നെ വേദി എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഏത് രാജ്യമാണ്. ഇന്ത്യ കൂടുതലായിട്ടും ശ്രദ്ധേയമായിട്ട് പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ നാഷണൽ ഗെയിംസിൻ്റെ കാര്യങ്ങൾ, പിന്നെ ദേശീയ കായിക ഇനങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും ഏതൊക്കെയാണ് എന്നുള്ളതും നോക്കാം. പിന്നെ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, തൂലികാനാമം, അപരനാമം എന്നുള്ളത്. പിന്നെ ആദ്യ കൃതികൾ ഏതാണ്, അതിൻ്റെ കർത്താക്കൾ ഏതാണ്, കഥാപാത്രങ്ങളും കൃതികളും. പിന്നെ വരികൾ, കൃതികൾ, എഴുത്തുകാർ. പിന്നെ അവാർഡുകൾ അല്ലേ, അവാർഡ് ആർക്കൊക്കെ ലഭിച്ചു, എന്തിനുള്ളതാണ്. ജ്ഞാനപീഠം നേടിയ മലയാളികൾ പഠിക്കണം. പിന്നെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ അവിടെ അതിൻ്റെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ദേശീയ അവാർഡ്, മലയാള സിനിമയിലെ അവാർഡുകളും അതാർക്കൊക്കെ ലഭിച്ചു എന്നുള്ളതും നോക്കാം. പിന്നെ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ, പിന്നെ യുനെസ്കോ കേന്ദ്രങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, പിന്നെ വരുന്ന സാംസ്കാരിക നായകർ, ഇപ്പം നമ്മുടെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, അങ്ങനെയുള്ളവർ, അവരുടെ സംഭാവനകൾ, അതിലൊക്കെ വരുന്നതാണ് റിലേറ്റ് ചെയ്ത്. ഇപ്പം അരുവിപ്പുറം പ്രതിഷ്ഠയൊക്കെ നമ്മൾ കണ്ടില്ലേ, അതൊക്കെ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പം ഇത്രയും ഒരുമിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം നോക്കുക. അതെന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ളത് തന്നെയാണ്. അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പം എല്ലാം ഒരുവിധം ഇതിൽ നിന്ന് നോക്കുക. 10 മാർക്കാണുള്ളത്. ബാക്കിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിഷ്ടമുള്ള, ഇപ്പോൾ സ്പോർട്സൊക്കെ അറിയാവുന്നവർ, അല്ലെങ്കിൽ സ്പോർട്സ് കുറച്ചും കൂടി ഒരു പാഷനായിട്ടുള്ളവരൊക്കെയാണെങ്കിൽ അത് നോക്കിയിട്ട് പോകുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ. പിന്നെ ജ്ഞാനപീഠമൊക്കെ എന്തായാലും നോക്കിയിട്ട് പോകുക. അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവാർഡുകൾ, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഏതാണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയും കമ്പ്യൂട്ടർ സയൻസും കൂടിയാണ് നമുക്കിനിയും ചെയ്യാനുള്ളൂ. ബാക്കി നമ്മൾ എല്ലാം പഠിച്ചതല്ലേ. ഏതൊക്കെയാണ്, ഹിസ്റ്ററി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു തന്നു. ജോഗ്രഫി പറഞ്ഞു തന്നു. ഇക്കണോമിക്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സെക്കൻഡ് ചാനലായ PSC+ ചെയ്തിട്ടുണ്ട്. പിന്നെ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. പിന്നെ ആർട്ട്, ലിറ്ററേച്ചർ ഇപ്പം നമ്മൾ പഠിക്കുന്നു അല്ലേ, ഇപ്പോൾ പറഞ്ഞു തന്നു. ഇനിയുള്ളത് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും, അത് രണ്ടും 10 മാർക്ക്, 5 മാർക്ക് വീതം. അത് രണ്ടും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ നോക്കണം എന്നുള്ളത്. കമ്പ്യൂട്ടർ പരമാവധി നോക്കിയിട്ട് പോകാൻ പറ്റുന്നവർ നോക്കിയിട്ട് പോകാം. സിമ്പിളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, പിന്നെ ഇംഗ്ലീഷും അതോടൊപ്പം നല്ല മലയാളവും 30 മാർക്കല്ലേ. അത് ഓൾറെഡി നമ്മളെല്ലാം റിലേറ്റഡ് ഫാക്റ്റ് ഉൾപ്പെടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാത്തിൻ്റെയും പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷും മലയാളവും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കാണുക കേട്ടോ. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സെയിം മോഡൽ തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ മാത്സ് നമ്മൾ 2-3 ക്ലാസ്സുകളെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അധികം ആൾക്കാർ അതിലേക്ക് നോക്കാത്തതുകൊണ്ടാണത് നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മാക്സിമം അധികം സ്റ്റെക്കായി പോവാതെ ക്വസ്റ്റ്യൻസ് സ്റ്റെക്കായി പോവാതെ എന്ത് ചെയ്യുക, മാക്സിമം അത് ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള GKയിലേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം മാത്സൊക്കെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് കുറവാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കറക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും സയൻസ് ആൻഡ് ടെക്നോളജിയും ഞാൻ ഏതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്